ടീനേജ് കുട്ടികളിൽ കണ്ടുവരുന്ന ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ അനറക്സിയ നെർവോസ അല്ലെങ്കിൽ ബുളിമിയ നെർവോസ് എന്ന് പറഞ്ഞു വരുന്നു. അവർ എക്സസീവായിട്ട് ശരീരത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ആകുലതപ്പെടുകയും ഭക്ഷണം കഴിക്കാതെ വരികയും എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ഫുഡ് സ്കിപ്പ് ചെയ്യുകയും പോർഷൻസ് കുറയ്ക്കുകയും അത് അവരുടെ ശാരീരികവും മാനസികവുമായിട്ട് ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ചില കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷൻ കാരണം വായിൽ കൈയിട്ട് ഛർദ്ദിച്ച് കളയുകയും ചെയ്യുന്നു. ഇത് കുഞ്ഞുങ്ങളുടെ വെയിറ്റിനെ സാരമായിട്ട് ബാധിക്കുന്നു. അവരെപ്പോഴും പോയി ഫ്രീക്വൻ്റ് ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം പോകുന്നതിനനുസരിച്ച് വെയിറ്റ് കുറയുന്നു, പ്രഷർ കുറഞ്ഞു പോകുന്നു, ക്ഷീണം വരുന്നു, സ്കിൻ ഡ്രൈ ആവുന്നു, കോൾഡ് ആവുന്നു, കാം എക്സ്ട്രീമിറ്റീസ് ആവുന്നു. ചില സാഹചര്യങ്ങൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യകത വരെ വരുന്നുണ്ട്. ഇത് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും അവർക്ക് നഖത്തിനും മുടി കൊഴിഞ്ഞു പോകുകയും വയറിന് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരികയും കോൺസ്റ്റിപ്പേഷൻ വരികയൊക്കെ ചെയ്യുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോവുകയും BP കുറഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും കുറച്ച് ദിവസം നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് അണ്ടർലൈൻ ആയിട്ടുള്ള മൂഡ് ഫ്ലക്ച്വേഷൻസും മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ പെൺകുട്ടികളിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പേരൻസ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ എയ്ഡ് എടുക്കേണ്ടതാണ്. അത് ഒരു ടീനേജ് ഗേൾസിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ഇത് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുകയും ചിലപ്പം ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗിന്റെ ആവശ്യകതയും വരുന്നതാണ്.